ഇന്നൽ ഹംദലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദിലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. رب اشرح لي صدري ويسر لي أمري. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹവും സംസ്കാരങ്ങളും ഏറെ മാറിക്കൊണ്ടിരിക്കുകയാണ്. രഹസ്യമായി ചെയ്യേണ്ട പല കാര്യങ്ങളും പരസ്യമായി ചെയ്യുകയും അതൊന്നും അത്ര വലിയ കുറ്റമല്ല എന്ന് ചിന്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഏതൊരാളുടെ മൊബൈലുകളും അവൻ റീചാർജ് ചെയ്യുന്നത് അവന്റേതായ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഇന്ന് നമ്മളുടെ മൊബൈലുകളിലേക്ക് പോലും സോഷ്യൽ മീഡിയകളിലൂടെ കടന്നു വരുന്നത് കണ്ണു പൊത്തേണ്ടി വരുന്ന വൃത്തികേടുകളും തോന്നിവാസങ്ങളുമാണ്. അതാളുകളെ കാണിച്ച് പണമുണ്ടാക്കാനും ആ അശ്ലീലതയിലൂടെ വരുമാനമുണ്ടാക്കാനും പബ്ലിസിറ്റി നേടാനും ഏതു മാർഗവും സ്വീകരിക്കാൻ മടിയില്ലാതായിക്കൊണ്ടിരിക്കുന്ന, മനുഷ്യന്റെ നഗ്നതയെക്കുറിച്ചും ഔറത്തിനെക്കുറിച്ചും യാതൊരു ചിന്തകളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളുടെ കൺമുൻപിലുള്ള ഈ കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മൂല്യത്തകർച്ചയും അശ്ലീലതയും ഏറ്റവും കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് കുടുംബരംഗത്താണ് എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു വസ്തുതയാണ്. കാരണം മുമ്പെങ്ങും കേൾക്കാത്ത നിലക്ക് കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. ദാമ്പത്യ ജീവിതങ്ങൾ പലതും അഭിനയങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. പരസ്പരം വഞ്ചിക്കലും
പരസ്പരം ചതി നടത്തലുമൊന്നും വലിയൊരു കുറ്റമായി ഇന്ന് പലരുടെയും മനസ്സുകളിലേക്ക് കടന്നു വരുന്നില്ല. അവനവന്റെ സന്തോഷം, നമ്മളുടേതായ കാഴ്ചപ്പാടുകൾ എന്ന സ്വാർത്ഥ മനോഭാവത്തിലേക്ക് തീരുകയും അതിനേക്കാൾ അപകടകരമായ പ്രകൃതി വിരുദ്ധ ബന്ധങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. സത്യത്തിൽ ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളും കുടുംബത്തെ വെറുക്കുന്നവരുണ്ട്. എന്താണ് ദാമ്പത്യം, എന്താണ് കുടുംബം എന്നൊക്കെ ചില മീഡിയകൾ സമൂഹത്തെ മുൻപിൽ കാണിച്ച് നിർമ്മിക്കുന്നത് ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും നിറഞ്ഞ് ജീവിക്കാൻ മറക്കാൻ പ്രേരിപ്പിക്കുന്ന വലിയൊരു സങ്കടം. അതാണ് കുടുംബം എന്ന നിലക്കാണ് മീഡിയകൾ ഇന്ന് ദാമ്പത്യ കുടുംബ ജീവിതത്തെ ഈ സമൂഹത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വളർന്നു വരുന്ന പല പെൺമക്കൾക്കും കല്യാണത്തിന് താല്പര്യമില്ല. ഇനി അഥവാ കല്യാണം കഴിച്ചാൽ പോലും ആ ദാമ്പത്യ ജീവിതം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണം എന്നതിന് പകരം എങ്ങനെ എത്ര എളുപ്പം അടിച്ചു പിരിയാം എന്ന് ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഇന്നത്തെ കൗമാരങ്ങളും യൗവനങ്ങളും ദാമ്പത്യത്തെ തൊട്ട് എത്തിപ്പെടാനുള്ള കാരണം. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് കുടുംബം? നിങ്ങൾക്ക് ഭോഗിക്കാൻ മാത്രമാണോ കുടുംബം? ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് വെച്ചു വളമ്പാനും തിന്നാനും രമിക്കാനും വേണ്ടി മാത്രമുള്ളതാണോ കുടുംബം? എന്തിനാണ് കുടുംബം? എന്താണ് കുടുംബം എന്ന് വിശദീകരിക്കപ്പെടുന്നിടത്ത് വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, ഈ ലോകത്തുള്ള സാമൂഹിക ക്രമം നിലനിർത്താൻ വേണ്ടി റബ്ബ് നിശ്ചയിച്ച ഒരു ഇബാദത്താണ് വിവാഹം എന്നുള്ളത്. ഈ ലോകം നിലനിന്ന് പോകണമെങ്കിൽ ഇവിടെ മനുഷ്യൻ പ്രത്യുൽപാദനം നടത്തണം. ഇവിടെ മനുഷ്യന്റേതായ ചില രീതികളിലേക്ക് അവന്റെ ജീവിതം അവൻ കൊണ്ടുവരണം. ഒരു മനുഷ്യ ജീവിതത്തിൽ വിവാഹമില്ലെങ്കിൽ ഒരിക്കലും ആ സമൂഹം പുനർനിർമ്മിക്കപ്പെടുന്നില്ല. ആലോചിച്ചു നോക്കൂ, 1990 കാലഘട്ടത്തിൽ ചൈന എന്ന രാജ്യം അവരുടേതായ സന്താന ഉൽപാദനത്തിൽ നിയന്ത്രണം കൊണ്ടുവന്നു. നിങ്ങൾക്കൊരു കുഞ്ഞു മാത്രമേ പാടുള്ളൂ എന്ന നിയമം. 2020 ആകുമ്പോഴേക്കും ചൈന ആ നിയന്ത്രണം എടുത്തു കളഞ്ഞു. അന്നവർ പറഞ്ഞത് ജനസംഖ്യ വർദ്ധിക്കുന്നു, അത് നാടിന് പ്രശ്നമുണ്ടാക്കും, കൊള്ളാൻ പറ്റാത്തത്രയുണ്ടാകും എന്നൊക്കെ അവർ ആക്ഷേപിച്ചപ്പോ അന്നും മുസ്ലിം സമൂഹം ചൈനയോടെന്നല്ല, അതിനെ പിന്തുടരുന്ന കേരളത്തിലെ ചില കുടുംബങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയ്ക്ക് പ്രസവിക്കാൻ സാധിക്കുന്ന ആരോഗ്യമുള്ള കാലത്തോളം അവർ പ്രസവിക്കട്ടെ. അവസാനം ചൈന അനുഭവിച്ചത് ഒരു വാർദ്ധക്യ ലോകമായിരുന്നു. അതോടൊപ്പം തന്നെ അവരുടേതായ ജീവിതത്തിന്റെ മേഖലകളിൽ, കൃഷിയിടങ്ങളിൽ, ജോലി സമ്പാദന രംഗത്ത് കൃത്യമായൊരു വരൾച്ച അവർ നേരിട്ടു. ജോലി ചെയ്യാൻ ആളില്ല, ഉള്ളതെല്ലാം വാർദ്ധക്യത്തിലെത്തിയവർ. യുവാക്കളാവട്ടെ ഇത്തരത്തിലുള്ള ജീവിതത്തെ വെറുത്ത് വിവാഹമേ വേണ്ടെന്ന് വെച്ചു തുടങ്ങിയപ്പോ ചൈന നേരിട്ട ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിരുന്നു അവരുടെ സാമ്പത്തിക രംഗത്തുള്ള പ്രശ്നങ്ങളും അവരുടേതായ ചില ബുദ്ധിമുട്ടുകളും. പിന്നീട് അങ്ങോട്ട് അവരാ നിയമത്തെയും നിയന്ത്രണത്തെയും എടുത്തു കളഞ്ഞപ്പോ കുടിൽ വ്യവസായം മുതൽക്ക് ഇന്ന് കേരളത്തിലെ അടുക്കളയിൽ പോലും എന്ത് വേണം എന്ന് തീരുമാനിക്കുന്ന ഒരു വളർച്ചയിലേക്ക് ചൈന എന്ന ഉൽപാദന രംഗം എത്തിയിട്ടുണ്ടെങ്കിൽ, മനുഷ്യരെ സാമൂഹിക ക്രമം കൃത്യമായി മുൻപോട്ട് പോകണമെങ്കിൽ അവിടെ വിവാഹം നടക്കണം, അവിടെ സമൂഹം പുനർനിർമ്മിക്കപ്പെടണം. ഇനിയൊരു ഉദാഹരണത്തിന്റെ ഭാഷയിൽ ചിന്തിച്ചു നോക്കൂ. ഞാൻ ഉണ്ടാകണമെങ്കിൽ എന്റെ വാപ്പയൊരു ആണിനെ കെട്ടിയാൽ പോരാ, ഒരു പെണ്ണിനെ കെട്ടണം. ലോകം മാറ്റിമറിച്ച ഏതൊരാളുടെ പിന്നിലും ഒരു വാപ്പയും ഉമ്മയുമുണ്ട്. ഈ ഇരിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തരുടെയും രക്ഷിതാക്കള് അവനവന്റെ വിഭാഗത്തിൽ തന്നെ പെട്ട ഒരാണിനെ മാത്രം കെട്ടി അല്ലെങ്കിൽ വിവാഹമേ വേണ്ടെന്ന് വെച്ചു. ഈ ലോകത്തുണ്ടാകുന്ന ഇന്നത്തെ മാറ്റങ്ങളോ പുരോഗതിയോ ഒരിക്കലും കൈവരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയതും വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ.
നിങ്ങൾക്ക് നിങ്ങളിലുള്ള ഒരു ഇണയെ അള്ളാഹു നിങ്ങൾക്ക് കണ്ടെത്തി തന്നിരിക്കുന്നു. അത് റബ്ബിന്റെ ദൃഷ്ടാന്തമാ. എന്തിനു വേണ്ടി? ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി. ഒരു ഘട്ടം കഴിഞ്ഞാൽ മനുഷ്യന്റെ ശരീരം ആഗ്രഹിക്കുന്ന ചില രംഗങ്ങളുണ്ട്, അവന്റെ മനസ്സാഗ്രഹിക്കുന്ന ചില ജീവിതമുണ്ട്. അതിലേക്ക് അവനെ എത്തിക്കാൻ ഒരു സമൂഹത്തിന് സാധിക്കുമ്പോൾ മാത്രമേ ആ നാട് സുരക്ഷിതമാകൂ, കുടുംബം സുരക്ഷിതമാകൂ. ചിന്തിച്ചു നോക്കൂ, ഇന്നത്തെ കാലഘട്ടത്തിൽ വിവാഹത്തെ തള്ളിക്കളയുന്ന, നിഷേധിക്കുന്ന രണ്ട് വിഭാഗങ്ങളാണ്. ഒന്ന് സ്വവർഗരതിക്കാരായ ആളുകൾ, അവർക്ക് ഗേ സെക്സിനോടാ താല്പര്യം. ആ നാണിനുമായിട്ട് കല്യാണം കഴിക്കുക, അവരുമായിട്ട് ജീവിക്കുക. വേറെ ചിലർക്ക് ലെസ്ബിയൻ, പെണ്ണിനെ കെട്ടുക, അവരുമായിട്ട് ജീവിക്കുക. ഇതിൽ രണ്ടിലും പെടാത്ത മൂന്നാമത്തെ ഒരു കൂട്ടർ ബ്രഹ്മചര്യം, വിവാഹമേ വേണ്ട. ഈ ഒരു മനസ്ഥിതിയിലേക്കാണ് ഈ സമൂഹം പോകുന്നതെങ്കിൽ, ഭൂരിപക്ഷം പോകുന്നതെങ്കിൽ ഈ സമൂഹത്തിൽ എന്ത് സംഭവിക്കും? ഇവിടെയുള്ള സ്വവർഗരതിക്കാരായ പലരും ആഗ്രഹിക്കുന്നത് ബാധ്യതകളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. കല്യാണം കഴിച്ചാൽ പിന്നെ മക്കളുണ്ടാവും, പിന്നെ അവർക്ക് മുലയൂട്ടേണ്ടി വരും, എന്റെ ശരീരമടയും, എന്റെ ആഗ്രഹങ്ങളൊക്കെ ഭർത്താവിന്റെ ചൊൽപ്പടിയിലാവും. ആണ് വിചാരിക്കുന്നു പിന്നെ പെണ്ണിനെ മക്കളെ നോക്കേണ്ടി വരും. ഇതാകുമ്പം മൈ ബോഡി മൈ ചോയ്സ്, ഞങ്ങൾക്ക് മക്കളില്ല, ഞങ്ങൾ സ്വതന്ത്രരാണ്, ഞങ്ങൾക്ക് തോന്നിയ കോലത്തിൽ ജീവിക്കാം. അവസാനം ആ സ്വവർഗരതിക്കാരായ ആളുകൾ അതിൽ ആനന്ദം അവസാനിക്കുമ്പോ പിന്നെ എത്തിപ്പെടുന്നത് കഞ്ചാവില. ഇന്ന് കേരളക്കരയിൽ പിടിക്കപ്പെടുന്ന 80% കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതും ഇതുപോലെയുള്ള സ്വവർഗരതി ആഗ്രഹിക്കുന്നവരും എത്തിസ്റ്റുകളുമായിട്ടുള്ള ആളുകളാ, മതനിരീശ്വരവാദികളാ. അതോടൊപ്പം തന്നെ പിന്നീട് അവർ ചിന്തിക്കും, കഞ്ചാവിലും ആനന്ദം തീരുമ്പോ ഇനി ആത്മഹത്യ ചെയ്യാം, ജീവിതമേ നശിച്ചു. ആ രീതിയിലേക്ക് ഈ സമൂഹത്തിന്റെ അവസ്ഥകൾ എത്തിപ്പെടും. ഒരു താൽക്കാലിക സുഖം, അത് മാത്രമേ ഇത്തരത്തിലുള്ള സ്വവർഗരതിക്കാർ ആഗ്രഹിക്കുന്നുള്ളൂ. അത് അവസാനിക്കുമ്പോ അവരുടെ ജീവിതം വലിയ പരാജയത്തിലേക്ക് എത്തും. ഇനി ഒരു ഉദാഹരണത്തിന്റെ ഭാഷയിൽ ചിന്തിക്കൂ. 100 പേരെ 100 ഏക്കർ സ്ഥലത്ത് 100 ആണുങ്ങളെ കൊണ്ടുവച്ച് പാർപ്പിച്ചു. അതിന്റെ മറ്റേതെങ്കിലും ഒരു ലോകത്ത് 100 ഏക്കറയിൽ 100 പെണ്ണുങ്ങളെയും കൊണ്ട് പാർപ്പിച്ചു. എന്ത് സംഭവിക്കും? ആണാണുമായിട്ടും പെണ്ണുമായിട്ടും ജീവിതം ആരംഭിച്ചു. വാർദ്ധക്യത്തിലെത്തുന്നു, ആ സമൂഹം മരണപ്പെടുന്നു. അതല്ലെങ്കിൽ തമ്മിലടിയുണ്ടാകുന്നു, പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു, തമ്മിൽ കലഹിച്ചും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും അവരങ്ങനെ നശിച്ചോണ്ടിരിക്കും. അവിടെ ഒരു സമാധാനം ഉണ്ടാവുന്നില്ല, അവിടെ ഒരു സ്വസ്ഥത കിട്ടുന്നില്ല. ഇനിപ്പോട്ടെ നമ്മൾ 10 ആണുങ്ങളെ 100 പെണ്ണുങ്ങളിലേക്ക് പറഞ്ഞയച്ചു, സമാധാനം ഉണ്ടാവൂ? ആ കുടുംബം അവിടെ നശിക്കും, ബന്ധങ്ങൾ താറുമാറാകും, കൊലപാതകം നടക്കും, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പക വർദ്ധിക്കും. ഇനി അതല്ലെങ്കിൽ 10 പെണ്ണുങ്ങളെ 100 ആണുങ്ങളിലേക്ക് കൊണ്ടുചാക്കി, അവിടെ സമാധാനം ഉണ്ടാവൂ? ജനിക്കപ്പെടുന്ന മക്കളുടെ അരക്ഷിതാവസ്ഥ, സൃഷ്ടിക്കപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ. എങ്കിലൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒരാണിന് ഒരു പെണ്ണ് എന്നുള്ള നിലക്ക് ദൈവതൃപ്തിയോടെ ജീവിക്കുന്ന ഒരു സംവിധാനം, അവിടെ എവിടെയാ മനുഷ്യന്റെ സമാധാനക്കേട്? അവൻ ദൈവത്തിന്റെ തൃപ്തിക്ക് വേണ്ടി പരസ്പരം ജീവിക്കുന്നു, അവൻ പ്രത്യുൽപാദനം നടത്തുന്നു, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, മക്കളുടെ ഭക്ഷണം ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്നു, മക്കളോടൊപ്പമുള്ള നിമിഷങ്ങളെ ആനന്ദത്തോടെ അവൻ സന്തോഷിക്കുന്നു. ആ സംവിധാനത്തെയാണ് ഇന്ന് സ്വവർഗരതിക്കാരായ പെൺകുട്ടികളും ആൺകുട്ടികളും നശിപ്പിക്കുന്നത്. അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതാവട്ടെ കേരളത്തിലെ മുഖ്യധാരാ നടന്മാരും എത്തിസ്റ്റുകളും ലിബറൽ വാദികളുമായ മതനിഷേധികളും. രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട്, ഒരു പരിഷ്കാരികളായ ആളുകൾ. എന്തിന് വിവാഹം? ലിവിംഗ് ടുഗദറുകൾ മതി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കൂടെ ഒരു 4-5 അല്ലെങ്കിൽ 1-2 കൊല്ലം ജീവിക്കുക. ലിവിംഗ് ടുഗദർ, സാധ്യമാകുന്ന എല്ലാ സുഖം എടുക്കും. ഒത്തുപോകാൻ പറ്റൂല എന്ന് ചിന്തിച്ചാൽ പിന്നെ ബാധ്യതകളില്ല. അവൻ അവന്റെ വഴിക്കോകും, അവൾ അവളെ വഴിക്കോകും. ഒന്നും കൂടി പരിഷ്കരിച്ചിട്ട് മറ്റൊന്ന് വന്നു, ഡേറ്റിംഗ്. സാഹചര്യത്തിനനുസരിച്ച് കൊണ്ടു നടക്കുക, ഉപയോഗപ്പെടുത്തി ഉപേക്ഷിക്കുക. മൂന്നാമത്തെ ഒരു കൂട്ടര് വന്നു, ബെസ്റ്റികൾ, ആൺ സുഹൃത്തുക്കൾ. ബന്ധങ്ങളില്ല, നിക്കാഹില്ല, പക്ഷെ ആരാ ബെസ്റ്റി? ഉപയോഗിക്കുന്ന ശരീരത്തിന്റെ ഗന്ധവും മണവും ആസ്വദിച്ചു തീരുമ്പോ പിന്നീട് ബെസ്റ്റി അവന്റെ മൂടും തട്ടിപ്പോകും. ഈ ബെസ്റ്റിയെയും സംവിധാനത്തെയും പരിഷ്കാരത്തെയും മുൻനിർത്തിയിട്ട് വീണ്ടും ചില എത്തിസ്റ്റുകളും യുക്തിവാദികളും സ്വവർഗരതിക്കാരും ചോദിക്കുന്നു, അതല്ലേ നല്ലത്?
എന്തിനൊരു ദാമ്പത്യ കുടുംബ ബന്ധത്തിന്റെ തീരാദുരിതം? പക്ഷേ ചിന്തിച്ചു നോക്കൂ, ഈ സംവിധാനം സത്യത്തിൽ സ്ത്രീ പുരുഷ അനീതിയ. ഏത് നിമിഷവും അവൻ ഒഴിവാക്കപ്പെടും, ഏത് നിമിഷവും അവൾ ഒഴിവാക്കപ്പെടും. ഒരിക്കലും സ്ത്രീപക്ഷമോ പുരുഷപക്ഷമോ അല്ല ലിവിംഗ് ടുഗദറുകളും ഡേറ്റിംഗും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും. സ്ത്രീ പുരുഷ വിവേചനവും അനീതിയുമാണത്. ഏത് നിമിഷവും ജീവിതം നഷ്ടപ്പെട്ടു പോകാവുന്ന രീതി. ശരി, എങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച മൂന്നാമത്തൊരു രീതി, സ്നേഹവും കരുണയും മനസ്സിൽ കൊണ്ട് നടന്ന് ആ സ്നേഹവും കരുണയും റബ്ബിന്റെ തൃപ്തിക്കു വേണ്ടി ദൈവത്തിനെ സാക്ഷി നിർത്തി കൂട്ടിക്കൊണ്ടുവന്ന ഒരു പെണ്ണിനോട് കാണിക്കുന്ന ഒരു ജീവിതം, ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ജീവിതം, കടമ നിർവഹിക്കുന്ന ഒരു ജീവിതം. എന്റെ കടമക്കപ്പുറത്ത് എനിക്ക് വലിയൊരു സ്വർഗം കാത്തിരിക്കുന്നുണ്ട് എന്ന സമാധാനത്തോടെയുള്ള ഒരു ജീവിതം. ഇത് ചേർന്ന് ജീവിക്കുന്ന സമയത്ത് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന രണ്ട് നേട്ടങ്ങളുണ്ട്. ഒന്ന്, ശാരീരികമായ തിന്മ അത് തടയും. അനുവദിക്കപ്പെട്ട ഭാര്യ അവന്റെ കണ്ണുകളെ അവന് നിയന്ത്രിക്കാൻ പറ്റും, അവന്റെ രഹസ്യാവയവത്തെ അവന് നിയന്ത്രിക്കാൻ പറ്റും. അഥവാ വിവാഹം ഹലാലായ രീതിയിലാണെങ്കിൽ ശാരീരികമായ അവന്റെ ജീവിതത്തിൽ വലിയ തിന്മകളെ ആ വിവാഹം തടയുന്നു. ഇനി ആത്മീയപരമായിട്ടാണെങ്കിൽ അവനൊരു ലക്ഷ്യബോധം ഉണ്ടാകുന്നു. ഇന്ന് വിവാഹം കഴിച്ച നമ്മളെപ്പോലെ മക്കൾ കാത്തിരിക്കുന്നുണ്ട്, അവരെ പറ്റി റബ്ബ് ചോദിക്കും. വിവാഹം കഴിച്ച പെണ്ണിനെ സന്തോഷിപ്പിക്കണം, അല്ലെങ്കിൽ ഭർത്താവിന് തിരിച്ചു വരുമ്പം ആനന്ദിപ്പിക്കണം എന്ന ഒരു ലക്ഷ്യബോധത്തോടു കൂടിയുള്ള ജീവിതം. ആ വിവാഹത്തെയാണ് ഇസ്ലാം പവിത്രമാണ് എന്ന് ബോധ്യപ്പെടുത്തിയത്. അന്നിക്കാഹു നിസ്ഫുൽ ഈമാൻ. ആ ഉദ്ദേശത്തിൽ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഈമാനിന്റെ പകുതി ആ വിവാഹം കൊണ്ട് പൂർത്തീകരിക്കപ്പെടും. കാരണം ഒരു കുടുംബം നന്നാവുമ്പോ ഒരു സമൂഹം നന്നാവുകയാ, ഒരു സമൂഹം നമ്മളെ രക്ഷപ്പെടുത്തുകയാ. ഈ തെക്കേപ്പുറം കുറ്റിച്ചിറ ഭാഗത്ത് വേണ്ട കോഴിക്കോട് ജില്ലയിലുള്ള 1000 കുടുംബങ്ങൾ ചേരുന്നതാണ് സമൂഹം. ഒരു കുടുംബം നന്നാവുന്നതോടുകൂടി ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കുമ്പോ ഈ സമൂഹം നന്നാവും, ഈ സമൂഹത്തിൽ സുരക്ഷിതമുണ്ടാകും, എല്ലാവർക്കും സമാധാനം ഉണ്ടാകും. അതിനു പകരം ഒരു കൂട്ടര് നല്ല രീതിയിൽ ജീവിക്കുന്നു, മറുകൂട്ടര് തോന്നിവാസികളായിട്ട് ജീവിക്കുന്നു. അതൊന്നാകെ ബാധിക്കും. ഇന്ന് നമ്മളെ മക്കളെ ബാധിക്കുന്നത് പോലെ എല്ലാ അർത്ഥത്തിലും ഒരുപാട് കുടുംബങ്ങളിലേക്ക് ആ തിന്മകൾ വ്യാപിച്ചുകൊണ്ടിരിക്കും. ആ വ്യാപനമാണ് ഈ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങളുടെ ഏറ്റവും വലിയ പരാജയം. അവിടെ ആ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് ഓർമ്മപ്പെടുത്തിയതും യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസകും വഅഹ്ലീകും നാറ. നിങ്ങൾ നിങ്ങളെ മാത്രം ചിന്തിച്ചാൽ പോരാ, നിങ്ങളെ കുടുംബത്തെ രക്ഷപ്പെടുത്തി ഒരു സമൂഹത്തെ നിങ്ങൾ നന്നാക്കണം. കാരണം തീർച്ചയായും ആ കുടുംബത്തെ നിങ്ങൾ നന്നാക്കുന്നതോടുകൂടി നിങ്ങൾ ഒരു സമൂഹത്തെ നല്ല നിലയിൽ നിർമ്മിക്കാൻ സഹായിക്കുകയാണ്. ഒരു മാന്യമായ കുടുംബം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോ ഒരു സമൂഹത്തിന്റെ നല്ലൊരു മാറ്റത്തിന് നിങ്ങളും കൂടി കാരണക്കാരാവുകയാണ്. ആ സംവിധാനത്തെയാണ് ഇന്ന് ചില ലിബറൽവാദികളും എത്തിസ്റ്റുകളും യുക്തിവാദികളും തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വ്യക്തമായ അജണ്ടയുണ്ട്. കാരണം പറവകളെ പോലെ പാറി നടന്ന് ഏത് പെണ്ണിനെയും ഉപയോഗിക്കാൻ പറ്റണം. സ്ത്രീ ശരീരത്തെ ഉപയോഗിച്ച് സമൂഹത്തിൽ പണമുണ്ടാക്കണം. അതുകൊണ്ടാണല്ലോ ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ ഉടുത്തവളേക്കാൾ കൂടുതൽ ഉടുക്കാത്തവളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം. മനുഷ്യൻ വിസർജിക്കുന്ന ക്ലോസറ്റിന്റെ പരസ്യം പോലും പെണ്ണിനെ കൊണ്ട് നിർമ്മിക്കപ്പെടുമ്പോ, മനുഷ്യൻ ആണുപയോഗിക്കുന്ന വസ്ത്രത്തിന് പോലും പെണ്ണ് ശരീരം അയച്ച് തുണി അയച്ച് അഭിനയിച്ച് അവളെ സൗന്ദര്യം കാണിച്ചാലേ ആണിന്റെ വസ്ത്രം പോലും വിൽപ്പന ചെയ്യപ്പെടൂ എന്ന് ചിന്തിപ്പിക്കപ്പെടുന്ന ഒരുതരം ബന്ധങ്ങളെ, കുടുംബ സംവിധാനത്തെ തകർക്കുന്ന കൃത്യമായ അജണ്ട ഇവിടെ ലിബറലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പെട്ടുന്നതുകൊണ്ടാണ് നമ്മളെ മക്കൾ പോലും ഇന്ന് ചിന്തിക്കപ്പെടാത്ത രൂപത്തിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം. ആ വലിയ തകർച്ചയാണ് ഈ കുടുംബ സംവിധാനത്തിൽ ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പല ബന്ധങ്ങളും ഇന്ന് തകർച്ചയില്ല. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, അതല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള ബന്ധം, അതല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കുമുള്ള ജീവിതത്തിലെ യുവ മിഥുനങ്ങൾ തമ്മിലുള്ള ബന്ധ അകൽച്ച, രക്തബന്ധങ്ങൾ പോലും ഇന്ന് തകരാനുള്ള കാരണം എന്താണെന്നറിയോ? സ്വാർത്ഥതയും ഭൗതിക മോഹവും മാത്രം. ഈ ദുനിയാവിൽ അടിച്ചു പൊളിക്കണം, ഇവിടെ ആൾക്കാരെ കാണിക്കാൻ ജീവിക്കണം, ഇവിടെ ഞാൻ വലിയ വിജയമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം.
അങ്ങനെ ബോധ്യപ്പെടുത്താൻ പറ്റാത്തൊരുത്തനാ കൂടെയുള്ളതെങ്കിൽ അവനോട് പിന്നെ അവക്ക് താല്പര്യമല്ല, അവളോട് അവന് താല്പര്യമല്ല. ഒന്നും കൂടി ഉദാഹരിച്ചു പറഞ്ഞാൽ, അണ്ടർസ്റ്റാൻഡിങ്ങുമില്ല, അഡ്ജസ്റ്റ്മെന്റുമില്ല. പിന്നെ ആകുള്ളതെന്താ? വെട്ടൊന്ന് മുറി രണ്ട്. ഏകദേശം 10-40 കൊല്ലങ്ങൾക്ക് മുൻപ് വയറ് നിറച്ച് ഭക്ഷണം കിട്ടുമെന്നുറപ്പില്ലാതെ ജീവിച്ചിരുന്ന ആളുകളിൽ നിന്ന് വയറ് നിറഞ്ഞിട്ടും പുതിയ പുതിയ ഷോപ്പുകൾ തേടിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ കഴിവില്ലാത്തവനാണോ വെട്ടൊന്ന് മുറി രണ്ട്? ഇതൊന്നും കിട്ടാതെ ജീവിച്ച കുടുംബങ്ങളിൽ പോലും ഭക്ഷണത്തിന്റെ വിലയും കുടുംബത്തിന്റെ മഹത്വവും ബോധ്യപ്പെടുത്തി കൊടുക്കുന്നിടത്ത് പല രക്ഷിതാക്കളും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കാര്യം വേഗം തീർക്കുന്നു. വിവാഹം കഴിഞ്ഞു, 4ന്റെ അന്ന് കാര്യം തീർത്തു, പിന്നെ 10ന്റെ അന്ന് വേറെ കണ്ടു, 3 മാസം പിന്നെ ആർക്കോ വേണ്ടി ഒരു നാട്ടുകാരെ ബോധ്യപ്പെടുത്താനിരുന്നു. അതിന്റെ ഇടക്ക് 10-20 യാത്രകൾ അവർ നടത്തി. അങ്ങനെ വീണ്ടും കഴിച്ചു, വീണ്ടും അത് ഒരാഴ്ച കഴിഞ്ഞപ്പോ വീണ്ടും കാര്യം തീർക്കുന്നു. ചില ആളുകൾക്ക് ഇതൊരാചാരമാ, അവനവന്റെ സൗകര്യം, നമ്മളെ സന്തോഷം എന്ന നിലയിലേക്ക്. മറ്റു ചിലരാവട്ടെ കേസ് കൊടുക്കുന്നു, പണമുണ്ടാക്കുന്നു. ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് മനുഷ്യന്റെ ബന്ധങ്ങളെ തകർക്കാനും വീണ്ടും കെട്ടിക്കാനും കേസ് പറയാനും കേസിന്റെ പിന്നാമ്പുറത്ത് പൈസ വാങ്ങാനും വലിയൊരു ലോബി പോലും ഇന്ന് നമ്മൾക്കിടയിൽ ഏജൻസികളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നറിയോ? ബന്ധങ്ങളെക്കാൾ ആളുകൾക്കിഷ്ടം പണത്തോടുള്ള ആർത്തിയും അതോടൊപ്പം സമൂഹത്തിലുള്ള സ്റ്റാറ്റസും മാത്രമായി ചുരുങ്ങാൻ തുടങ്ങി. ആളുകൾക്ക് എന്തിനോടാ ഏറ്റവും വലിയ താല്പര്യം? പണമുണ്ടാവണം, സ്റ്റാറ്റസ് ഉണ്ടാവണം, സ്റ്റൈലിഷ് ലൈഫ് ഉണ്ടാവണം. എങ്കിലേ ആൾക്കാർ ദാമ്പത്യത്തിനുള്ളൂ. ഇല്ലേ? ഒന്നും കൂടി ഉദാഹരിച്ചു പറഞ്ഞാൽ, പെൺകുട്ടിയാണോ നൈറ്റ് റൈഡിന് പോകണം, രാത്രി പുറത്തു കൊണ്ടുപോകണം, എന്നിട്ട് ഓരോ ദിവസവും വെറൈറ്റികളായ ഫുഡ് വാങ്ങിക്കൊടുക്കണം. ഒരു നൈറ്റ് ലൈഫ്, ഒരു നൈറ്റ് ജീവിതം. അതോടൊപ്പം തന്നെ പുതിയ പുതിയ വസ്ത്രങ്ങൾ വേണം, വെറൈറ്റികളായ ഭക്ഷണ സ്ഥലങ്ങൾ തേടിപ്പോണം. എന്നിട്ടത് ജനങ്ങളെ കാണിച്ച് ഇൻസ്റ്റഗ്രാം റീലിട്ട് നാട്ടുകാരുടെയില് ഞാൻ ഭയങ്കര ഹാപ്പിയിലാണെന്ന് ബോധ്യപ്പെടുത്തണം. അതിന് പിയ്യാപ്പിളക്ക് കഴിവില്ലേ? നാവന വേണ്ട, വേറെ കിട്ടും എന്ന ഒരു മാനസികാവസ്ഥ. ആ ദുഷിച്ച ചിന്തകളിലേക്ക് മക്കൾ എത്തുമ്പോ, ലിബറലുകൾ അവരെ എത്തിക്കുമ്പോ, ചില രക്ഷിതാക്കളും കാര്യമറിയാതെ കൂടെ കൂടി ആട്ടം നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെയാ ഓള് വളർന്ന്, അങ്ങനെയപ്പ ഞാൻ ഓളെ വളർത്തിയത് എന്ന് പറഞ്ഞ് ന്യായീകരിക്കലല്ല. ജീവിതത്തിൽ ഒരാണിന്റെ നിലയും വിലയും സമ്പത്തും അറിഞ്ഞു ജീവിക്കുന്നിടത്താണ് ഒരു പെണ്ണിന്റെ സൗന്ദര്യമെന്നും. അങ്ങനെ നിന്നെ ഏൽപ്പിച്ചു തന്നത് ദുനിയാവിന്റെ ഭംഗിക്ക് വേണ്ടി മാത്രമല്ല മോളെ, നിന്നിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മക്കൾക്ക് വേണ്ടി നീ സഹിച്ചും ക്ഷമിച്ചും ത്യാഗം ചെയ്തും ആ മക്കൾക്ക് ദീനുണ്ടാക്കി കൊടുത്ത് ആ മക്കളിലൂടെ നീ ഒരു സമൂഹത്തെ നിർമ്മിക്കുമ്പോ നിന്നെ ജനിപ്പിച്ച വാപ്പാക്ക് പോലും അള്ളാന്റെ അടുത്ത് കൂലിയുണ്ട് മോളെ എന്ന് ആണിനോടും പെണ്ണിനോടും പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം പിറ്റേന്ന് തന്നെ ക്രിമിനൽ വക്കീലിനെ കണ്ട് കാര്യങ്ങൾ എളുപ്പങ്ങോട്ട് തീരട്ടെ എന്നൊരു മനോഭാവം വെച്ചു പുലർത്തുന്ന രീതിയിലേക്ക് മാറിയത് കൊണ്ടാ എത്ര ബന്ധങ്ങളാ തകരുന്നതെന്നറിയോ? എത്ര കുടുംബങ്ങളാ നശിച്ചുകൊണ്ടിരിക്കുന്നതെന്നറിയോ? ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഇതേ രീതിയിൽ തന്നെ പെൺമക്കൾ മാത്രമല്ല, നൈറ്റ് ലൈഫ് മാത്രം ഇഷ്ടപ്പെടുന്ന ആണ്. വീട്ടിലെ ഭക്ഷണവും മതിയാവുന്നില്ല. 10ാം ക്ലാസും അല്ലെങ്കിൽ 10-20 വയസ്സ് വരെ ഉമ്മാന്റെ അടുത്ത് ജീവിച്ചു വളർന്നവൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് അവന് പുറത്ത് കരിച്ചതിന്റെയും പൊരിച്ചതിന്റെയും ടേസ്റ്റ് കിട്ടുന്നില്ല. അവൻ അവളെ വേണ്ടാതായി, അവൾക്കൊന്നിനും അറിയാത്തവളായി. കുറ്റപ്പെടുത്തിയും ആക്ഷേപിച്ചും പിന്നീട് അവന്റെ ജീവിതം നൈറ്റ് ഫുഡ്, നൈറ്റ് ലൈഫ്, നൈറ്റ് ഗെയിം ഈ രീതിയിലേക്ക് മാറി. അവസാനം പൈസ ഉണ്ടാക്കാനുള്ള മത്സരിച്ച ഓട്ടത്തിന്റെ ഇടയ്ക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ടും കുടുംബത്തെ സ്നേഹിച്ചും തന്റെ വയ്യാപ്പളനെ ആഗ്രഹിച്ചും കാത്തിരിക്കുന്ന പെണ്ണിനെ അറിയാതെ ജീവിക്കുന്ന ആൺകുട്ടികളുണ്ട്. 2 കൂട്ടരെയും പിടികൂടിയത് എന്താണെന്നറിയോ? ഈ ദുനിയാവിനോടുള്ള അടങ്ങാത്ത മോഹം, ഈ ദുനിയാവിനോടുള്ള പവറ്. 10-60 കൊല്ലം ഈ ലോകത്ത് ജീവിക്കാമെന്ന നമ്മൾക്ക് എന്തിനാ മനുഷ്യരെ ഇത്രക്ക് വാശിയും ഈഗോയും ഒക്കെ? ജീവിതത്തിലേക്ക് 40 കഴിഞ്ഞവര് ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? 3-ൽ 2 നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ഇനി ഒന്നും കൂടി കിട്ടുമല്ലേ എന്നുറപ്പില്ലാത്തവരാ. 60 കഴിഞ്ഞ് 70ന്റെ ഇടയിലേക്ക് എത്തിയവര് ചിന്തിക്കണം, അൽഹംദുലില്ലാ കിട്ടിയതിനൊക്കെ ഞാൻ കണക്ക് പറയേണ്ടി വരുന്ന്. ഈ ലോകത്ത് പടച്ചോൻ ഏത് കാര്യത്തെപ്പറ്റി വിശദീകരിച്ചപ്പോഴും ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് പണമുണ്ടാകും,
വലിയ ജോലി ഉണ്ടാകും, സൗന്ദര്യം ഉണ്ടാവും, എല്ലാ സന്തോഷങ്ങളും നിങ്ങൾക്ക് വാരിപ്പിടിക്കാനും പറ്റും. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വല്ലർഹാം. അതൊക്കെ റബ്ബ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളെ കുടുംബം കൊണ്ടടക്കാനാ, അല്ലാതെ കുടുംബത്തെ മറന്നിട്ടും കുടുംബത്തെ നരകത്തിലെത്തിക്കാനും വേണ്ടിയിട്ടല്ല. ആ കുടുംബത്തെ ഭക്ഷിപ്പിച്ചും സ്നേഹിച്ചും അള്ളാന്റെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാ. ലാ യദ്ഖുലുൽ ജന്ന. അങ്ങനെ നിങ്ങൾ ആ കുടുംബത്തോട് നീതിയോടെ പെരുമാറുന്നില്ലെങ്കിൽ, അഡ്ജസ്റ്റ് ചെയ്തും അണ്ടർസ്റ്റാൻഡ് ചെയ്തും നിങ്ങൾ അങ്ങനെ ഒതുങ്ങി അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, അന്യായമായ ഒരു ബന്ധം നിങ്ങൾ മുറിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, ലാ യദ്ഖുലുൽ ജന്ന, ഒരിക്കലും അവർ അള്ളാന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഓരോ സെക്കൻഡും ചിന്തിക്കണം, എന്റെ വാക്കുകൊണ്ട് പെരുമാറ്റം കൊണ്ട് കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? എന്റെ ഒരു ക്ഷമ കൊണ്ട് കുടുംബം നന്നായി പോകുമോ? എന്റെ ഈ രീതിയിലുള്ള ഒരു നന്മ കൊണ്ട്, സ്വഭാവത്തിന്റെ വ്യത്യാസം കൊണ്ട് എനിക്ക് എന്റെ കുടുംബത്തെ മനോഹരമാക്കാൻ സാധിക്കുമോ? ആ പവിത്രമായ കുടുംബം, പരിശുദ്ധമായ ബന്ധങ്ങൾ ഈ സമൂഹത്തിൽ എന്ന് തിരിച്ചു വരുന്നോ അന്നേ ഈ സമൂഹം രക്ഷപ്പെടൂ. അതുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ റോട്ടിലേക്ക് ഇറങ്ങുന്ന ഏത് ആൺകുട്ടിയോടും നീ ഏത് വാപ്പാന്റെ മോനെ, മഗ്‌രിബാകുമ്പോഴേക്കും തിരിച്ചു പുരക്കു പോണട്ടോ എന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിൽ നിന്ന് രാത്രി 1 മണിക്ക് വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നവനോട് എന്തേ ഇവിടെ എന്ന് ചോദിച്ചാ നിങ്ങളെ പണിയോക്കി കാക്ക എന്ന് പറയുന്ന ഒരു വളർച്ചയിലേക്ക് മക്കൾ എത്തിയത് പുരോഗതിയല്ല, അധോഗതിയ. കാരണം പരസ്പരം ബന്ധങ്ങളെ പവിത്രമാക്കി സ്നേഹിക്കുമ്പോഴേ ഏത് ബന്ധത്തെയും മനോഹരമാക്കാൻ സാധിക്കൂ. ആ പവിത്ര ബന്ധം ആരാഗ്രഹിക്കുന്നോ അല്ലാഹ് അവർക്ക് കൊടുക്കുന്നതാണ് പരിശുദ്ധമായ കുടുംബജീവിതം. അതാഗ്രഹിക്കുന്നവര് അവനന്റെ കുടുംബത്തെ പറ്റി ചിന്തിച്ച് കുടുംബ സംവിധാനത്തിൽ കൃത്യമായൊരു മാറ്റത്തിന് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഉപദേശം കൊണ്ടും തയ്യാറായെങ്കിൽ മാത്രമേ നമ്മളൊരു സമാധാനത്തിന്റെ ഒരു രാജ്യത്തേക്ക്, നാട്ടിലേക്ക് ഇനിയും നമുക്ക് എത്തിപ്പെടാൻ സാധിക്കൂ. അതിനൊരിക്കലും പഠിപ്പിക്കണ്ടാന്നോ, സൗകര്യം ചെയ്തു കൊടുക്കണ്ടാന്നോ, നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കണ്ടാന്നോ ഒന്നും എന്റെ വാക്കിനെ ദുർവ്യാഖ്യാനിക്കരുത്. പക്ഷെ അങ്ങനെയൊക്കെ കൊടുക്കൽ മാത്രമാണ് ലൈഫ്, അതാണ് ഏറ്റവും അടിപൊളി ലൈഫ് എന്ന് ചിന്തിക്കരുത് ട്ടോ. ആ തിരിച്ചറിവാണ് ഏറ്റവും വലിയ അറിവ്. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസിക്കും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുതേ എന്ന് എന്നോടെന്ന പോലെ നമ്മളോരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ഒരുപാട് ആഘോഷങ്ങൾ കടന്നു വരാറുണ്ട്. പല മതങ്ങളുടെയും പല ആശയക്കാരുടെയും ആഘോഷങ്ങൾ. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടി വരാറുണ്ട്. കാരണം മുസ്ലിം സമൂഹമാണ് മറ്റേത് ആഘോഷങ്ങളെയും വാരിപ്പിടിക്കുന്ന ഒരു മനോഭാവത്തിൽ ജീവിക്കുന്നവര്. നമ്മൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പെരുന്നാളിനൊരു അമുസ്ലിം സഹോദരങ്ങളും പുതിയ വസ്ത്രം ധരിച്ച് ജീവിക്കാറില്ല, ആഘോഷിക്കാറില്ല. എന്നാൽ ഒരു ഓണത്തിന് ഏറ്റവും കൂടുതൽ കസവ് ധരിക്കുന്നത് മുസ്ലിം കുടുംബങ്ങളിലെ പെൺമക്കളാണ് എന്നുള്ള ഒരു തിരിച്ച അറിവിന്റെ ചിഹ്നം. വരാനിരിക്കുന്ന ഒരു ദീപാവലിക്ക് പോലും എന്താണ് ദീപാവലി എന്നറിയാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ ദീപാവലിക്ക് പിന്നിലുള്ളത് 3ഓളം ചരിത്രങ്ങളാണ്. അതിൽ പോലും ഒരു സ്ഥായിയായ ചരിത്രമില്ല. ഒന്നാമതായി സ്വീകരിക്കപ്പെടുന്നത് ഉത്തരേന്ത്യക്കാരായ ആളുകൾ ചിന്തിച്ചെടുക്കുന്നത് വനവാസത്തിന് പോയ 14 കൊല്ലത്തെ വനവാസം കഴിഞ്ഞ ശ്രീരാമൻ രാവണനെ വകവരുത്തി സീതയോടൊപ്പം ലക്ഷ്മണനോടൊപ്പം തിരിച്ച് അയോധ്യയിലേക്ക് വന്ന ദിനമാണ് ദീപാവലി. അന്ന് വിളക്ക് കത്തിച്ചും മധുരം വിതരണം ചെയ്തും അവരത് ആഘോഷിച്ചിരുന്നു എന്ന് ഉത്തരേന്ത്യൻ ചരിത്രത്തിൽ ദീപാവലിയെ പറ്റി കാണാൻ സാധിക്കും. ദക്ഷിണേന്ത്യയിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ നേരെ വ്യത്യാസപ്പെടും. അസുരന്മാരായ ആളുകൾക്കെതിരെ ശ്രീകൃഷ്ണൻ പടനയിക്കുകയും അസുരന്മാരായ ആളുകളെ പരാജയപ്പെടുത്തി ജനങ്ങളെ ക്ഷേമത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ശ്രീകൃഷ്ണ ഭഗവാൻ കൊണ്ടുവന്ന ദിവസത്തെയാണ് ദക്ഷിണേന്ത്യക്കാരായ ആളുകൾ ദീപാവലിയെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 കൂട്ടത്തിലും പെടാത്ത
ഇനി അഥവാ ഇന്ത്യ മഹാരാജ്യത്തെ മൊത്തത്തിലുള്ള ചില ആളുകളുടെ മറ്റൊരു വിശ്വാസം, ഒരിക്കൽ ദേവന്മാർ വളരെ ഭംഗിയിൽ ജീവിക്കുന്നത് കണ്ട അസുരൻ ദേവന്മാരുടെ ജീവിതത്തെ ഒന്ന് താറുമാറാക്കാൻ വേണ്ടി അവര് ഐസ് കട്ടകളായി തണുത്ത് വിറങ്ങിലിക്കുന്ന രീതിയിൽ അവര് ദേവന്മാർക്കിടയിലേക്ക് വന്നു. അവര് ആ നാടിനെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. ദേവന്മാർ ഓരോരുത്തരും മഹാവിഷ്ണുവിനോട് പരാതി പറഞ്ഞപ്പോ മഹാവിഷ്ണു അഗ്നിയായി ജ്വലിക്കുകയും അസുരന്മാരായിരുന്ന ഐസ് കട്ടകളെ ഉരുക്കിക്കളയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അഗ്നിയെ ആരാധിച്ചും പൂജിച്ചും അവർ മധുരം വിതരണം ചെയ്തു. ഇതാണ് ദീപാവലിയുടെ പിന്നിലുള്ള ചരിത്രം. ഈ ചരിത്രം ബോധ്യപ്പെടുത്താനുള്ള കാരണം ഞങ്ങൾക്ക് ആ വിവരമൊന്നുമില്ലായിരുന്നു റബ്ബേ എന്ന ഒരു ചിന്ത നമ്മളെ മനസ്സിൽ വരാതിരിക്കാൻ വേണ്ടിയാണ്. ഒരിക്കലും നമ്മളുടെ നിഷേധം ഏതെങ്കിലും ലഡുവിനോടോ ജിലേബിനോടോ മൈസൂർ പാക്കിനോടോ അല്ല. ഇനി ഇതേപോലെ തന്നെ ആളുകൾ ചോദിക്കും, അങ്ങനെ കിട്ടിയ തിന്നാൻ പറ്റൂടെ എന്ന ചോദ്യത്തിനും വേണ്ടിയിട്ടല്ല. നമ്മളെ നിലപാടിനനുസരിച്ചിട്ടാണ് ഓരോന്നും നമ്മളിലേക്ക് വരുന്നത്. നിലപാടുണ്ടോ? ഒന്നും വരൂല. ആ നിലപാടുള്ളവരാണോ എങ്കിൽ അവരുടെ മതത്തെ ബഹുമാനിച്ചുകൊണ്ട് ആളുകൾ കൂടെ ഉണ്ടാകും. എല്ലാ വഞ്ചിയിലും കാലിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നവരാണോ മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, അവൻ ആ സ്വന്തം വിശ്വാസത്തിന്റെ ക്വാളിറ്റി അറിയാതെ പലതിന്റെ പിന്നാലെയും പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞതും ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം അവർക്ക് അവരുടെ മതം. അതുകൊണ്ട് തന്നെ ഒരാശംസ അറിയിച്ചാലേ ഞാൻ മതേതരവാദിയാവൂ എന്നുള്ളതുകൊണ്ട് ഈ ചരിത്രങ്ങളൊക്കെ ഇതിന്റെ പിന്നിലുണ്ടായ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരാശംസ അറിയിച്ചാലേ ഞാനൊരു മതേതരവാദിയാകൂ എന്ന് വിശ്വസിക്കുന്നവനല്ല ഒരു യഥാർത്ഥ വിശ്വാസി. അതിനർത്ഥം അവരെ ദ്രോഹിക്കണമെന്നോ ദൈവത്തെ കുറ്റം പറയണമെന്നോ അല്ല. ഓരോരുത്തരും അവരുടേതായ ആഘോഷങ്ങളും ആചാരങ്ങളും ആയിട്ട് പോട്ടെ. ഒരിക്കലും അതിനെ നിഷേധിക്കരുത്. അവരെ ദൈവത്തെ കുറ്റം പറയരുത്, ആക്ഷേപിക്കരുത്. അള്ളാന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച വാക്കാണത്. മറ്റൊരു ദൈവത്തെ, അവർ വിശ്വസിക്കുന്ന ദൈവത്തെ നിങ്ങൾ ആക്ഷേപിക്കരുത്, അവരെ കുറ്റം പറയരുത്, തെറി വിളിക്കരുത്. ആ തിരിച്ചറിവുള്ള ഒരു മുസൽമാന് മതേതര ആശംസകൾ അറിയിച്ചാലേ ഞാനൊരു മതേതരവാദിയാകൂ എന്നല്ല. ഓരോരുത്തരും അവരുടെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കട്ടെ. എനിക്കെന്റെ വിശ്വാസം, ലക്കും ദീനുക്കും വലിയ ദീൻ, എനിക്കെന്റെ വിശ്വാസം ഏത് ജാറത്തിങ്കൽ പൂജിച്ചതും വേണ്ടെന്ന് വെക്കുന്നവനാണ് ഞാനെങ്കിൽ മറ്റൊരു ദൈവത്തിനും ആചാരത്തിനും പൂജിക്കപ്പെട്ടതൊന്നും എനിക്ക് വേണ്ടാന്ന് വെക്കുന്നത് നിലപാടാ. അതെനിക്ക് തരാൻ പാടില്ല എന്ന് ഞാൻ എന്റെ ജീവിതം കൊണ്ട് അറിയിക്കുന്നത് നിലപാടാ. അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് കിട്ടിയാ തിന്നാ കുഴപ്പമുണ്ടോ എന്നുള്ള ചോദ്യത്തിനല്ല എന്നൊരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ നെഞ്ചോട് ചേർക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബെ, അറിഞ്ഞും അറിയാതെയും ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങൾക്ക് സ്ഥാനം നൽകി അനുഗ്രഹിക്കണമേ. റബ്ബെ, ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് നാഥ. ഓരോ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ തൗഫീക്ക് നൽകണമേ നാഥ. മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അൻസുർ ലിഗസ്സ. അള്ളാഹുവെ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. അസുഖബാധിതരായി ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ, എന്താണ് റബ്ബ് ഏറ്റവും ഹൈറായത്? ആ ഹൈറായ കാര്യത്തിലേക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. കടബാധ്യതയിൽപ്പെട്ടും ഹറാമായ ലോണ് സംവിധാനത്തിലൊക്കെ പെട്ടുപോയവരുണ്ട് നാഥ. അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഹലാലായ സമ്പാദ്യത്തോടെ ജീവിച്ച് മരിക്കാൻ തൗഫീക്ക് നൽകണമേ. റബ്ബെ, നീ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബജീവിതം നയിക്കാനും പരിശുദ്ധമാക്കപ്പെട്ട ബന്ധങ്ങളോടെ പവിത്ര കുടുംബമായി ജീവിച്ച് മരിക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.